SIR-ൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം പുരോഗമിക്കുന്നു. ഇങ്ങനെയാണ് നടപടികളെങ്കിൽ വലിയ വിഭാഗം ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്തുപോകുമെന്ന് CPIM പ്രതിനിധി DK മുരളി യോഗത്തിൽ വ്യക്തമാക്കി. BLOമാർ തന്നെ രേഖകൾ പരിശോധിച്ച് ഹിയറിംഗ് നടപടികൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പരമാവധി നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കമലേഷ് ചേരുകയാണ്. കമലേഷ്, എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. ഷമി, ഈ SIR നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ തുടക്കം തൊട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അപ്ലിക്കേഷനുകളെല്ലാം വാങ്ങിവെച്ചാലും ഹിയറിംഗിന്റെ സമയത്ത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ളതായിരുന്നു. ആ നിലയിലേക്ക് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ അൺമാപ്ഡ് ആയിട്ട്, അത് മാപ്പ് ചെയ്യാൻ പറ്റാത്ത നിലയിലേക്കുള്ള ആപ്ലിക്കേഷനുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ വലിയ 19 ലക്ഷത്തിലധികം ആളുകളാണ് ഈ നിലയിലുള്ളത്. അവരെല്ലാവരും, ഈ 19 ലക്ഷത്തിലേറെ ആളുകൾ, മുഴുവൻ ആളുകളും ഹിയറിംഗിന് വിധേയരാകേണ്ട ആളുകളാണ്. ഇവരിൽ നിലവിൽ ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് 13,000-ഓളം ആളുകൾക്ക് മാത്രമാണ് നോട്ടീസ് അയക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ചുരുങ്ങിയ കാലയളവിന് അകത്ത് ഈ 19 ലക്ഷത്തിലേറെ വരുന്ന ആളുകൾക്ക് എങ്ങനെ നോട്ടീസ് അയച്ച് അവരുടെ ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആശങ്ക തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായും പങ്കുവച്ചിട്ടുള്ളത് ഈ യോഗത്തിൽ. അതോടൊപ്പം തന്നെ ഈ BLOമാർ നേരിട്ട് രേഖകൾ പരിശോധിച്ച് അതിൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്ന നിലയിലേക്ക് അവർക്ക് അതിനുള്ള ചുമതല, അതിനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള അധികാരം നൽകണം എന്ന ആവശ്യം കൂടിയാണ് വെക്കുന്നത്. ഹിയറിംഗ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് തന്നെ നേരിട്ട് രേഖകൾ പരിശോധിച്ച് കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരം കൂടി നൽകണം എന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞിട്ടുള്ളത്, നേരത്തെയും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിലെല്ലാം പരമാവധി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന ഉറപ്പാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുള്ളത്. ഏതായാലും വലിയ നിലയിൽ ഈ ഇപ്പോൾ നേരത്തെ ഈ ആപ്ലിക്കേഷൻ ഫോം നൽകുന്ന ഘട്ടത്തിൽ നാട്ടിലുണ്ടായിരുന്ന പ്രവാസികളായ ആളുകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ വലിയ ഒരു അനിശ്ചിത അവസ്ഥ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അവരെല്ലാവരും തിരിച്ച് വിദേശത്തേക്ക് പോയിട്ടുള്ള ആളുകളാണ്. അവർക്ക് തിരികെ വന്ന് ഈ ഹിയറിംഗിൽ പങ്കെടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. ആ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും ഹിയറിംഗ് നടപടികളിലാണ് ഇനി സംസ്ഥാനത്ത് പുരോഗമിക്കേണ്ടത്. 19 ലക്ഷത്തിലേറെ ആളുകളാണ് ഈ ഹിയറിംഗിന് വിധേയരാകേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് എന്നതും വലിയൊരു തിരിച്ചടിയാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഹിയറിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്ക കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പങ്കുവെക്കുന്നത്. ഷമി.